എന്നെ തട്ടാവുന്ന ഇപ്പുറത്ത് കൂടെ ഒന്ന് വണ്ടി ഒന്ന് കൊണ്ടുപോയിക്കും. എന്നെ തട്ടാതെ ഇതിലെ കൂടെ വന്നിട്ട് ദേ അങ്ങോട്ട് പോകണം. ഇനി അവിടെ നിർത്തും, ഇനി അവിടെ നിർത്തും. ഒരകലം എടുത്തില്ലേ, ഇനി അകലാൻ പാടില്ല എൻ്റെ അടുക്കൽ. ഇനി എൻ്റെ അടുക്ക വരെ നേരെ വരണം ഈ വണ്ടി. ഇനി നേരെ എൻ്റെ അടുക്ക വരെ എത്തിക്കണം. അകലുക, കണ്ട, നിർത്ത്. ഇപ്പോഴും അകന്നുകൊണ്ടിരിക്കുക. ഇനി അകലരുത്, നേരെ എൻ്റെ അടുക്ക വരെ കൊണ്ടുപോവാ വണ്ടിയെ. വാ, അകലുകാണെ കുറച്ച് അടുപ്പിച്ചോണം. ഗ്യാപ്പുണ്ടെങ്കിൽ കുറച്ച് അടുപ്പിച്ചു. പേടിക്കണ്ട, ഞാൻ ഓടി മാറിക്കോളാം. ടീച്ചർ ധൈര്യമായിട്ട് പോകാം. നിൽക്കട്ടെ. ഈ ബോഡി എൻ്റെ അടുത്ത് എത്താറായില്ലേ? ഉറപ്പല്ലേ? ഞാനുമായിട്ട് അകലവും ഉണ്ടല്ലോ, ഓപ്പോസിറ്റിൽ കൂടുതൽ ഉണ്ടല്ലോ. ഇനി ധൈര്യമായിട്ട് എങ്ങോട്ടാ പോകണ്ട അങ്ങോട്ട് തിരിച്ചു തുടങ്ങിക്കും. ഇനി എന്നെ വണ്ടി ഇരിക്കില്ല. ടീച്ചർ എന്നെ ചെയ്താലും എന്നെ ഈ വണ്ടി ഇരിക്കില്ല. പോരെ? ആവാ, ഉരുളുമ്പോൾ തിരിച്ചു പോവാ. ഒന്ന് റിവേഴ്സ് തന്നെയല്ലേ? റിവേഴ്സ് ഇട്ടിട്ട് ഇങ്ങോട്ട് വരാനാ പറഞ്ഞു. ഈ വഴിയിലോട്ട് നിവർക്കൊന്നും വേണ്ട, അതിന് ഇരിക്കില്ല. ധൈര്യമായിട്ട് പോവാം. മുഴുവൻ തിരിച്ചു വേണം. ഇങ്ങോട്ട് തന്നെ മുഴുവൻ തിരിച്ചു വേണം. എനിക്ക് ഈ വഴിയിലോട്ടാണ് പോകേണ്ടത്. ഈ വഴി ടീച്ചർ കാണുന്ന വഴി. വാ, നേരെ ആക്കല്ലേ. പറ്റാതെ ടീച്ചർ ഇവിടം വരെ വണ്ടി കൊണ്ടുപോകും. നല്ല കയ്യിൽ കത്തില്ലാന്ന് കണ്ടു. ഇനി ഇടയ്ക്ക് വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടോയെന്നാണ് നോക്കേണ്ടത്. ശരിയല്ലേ? ടീച്ചർ ആദ്യം കണ്ടത് എന്നെയാണ്. എന്നെ ഇരിക്കാതെ വണ്ടി ഇവിടം വരെ എത്തിച്ചു. ഇനി ഇടത് വശത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് ടീച്ചറിന് അറിയാമല്ലോ. വണ്ടി എടുക്കരുത്. ആ ഗ്ലാസ് കൂടെ താത്തുവോ? ഇടത് വശത്ത് തന്നെ കാണാവാ. എൻ്റെ നേരെ ഇത് മാറുന്നുണ്ടോ എന്ന് നോക്കിക്കോണം പുറകോട്ട് വരുമ്പോൾ. ആവാ, എപ്പം മാറുന്നോ അവിടെ നിർത്തിക്കോണം വണ്ടി. മാറിയാ അവിടെ നിർത്തി തരും. ഇപ്പം ഇനി എന്നെ തട്ടത്തില്ലല്ലോ, ഉറപ്പല്ലേ? ഇനി നേരെ ആക്കിയിട്ടേ പോവുള്ളൂ. കാരണം ഇനി ചെരിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും വേറെങ്ങോട്ട് അവിടെ തട്ടുന്നില്ല എന്ന് കാണുന്ന രീതിയിൽ അവിടെ കയറും. അത് കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു തടസ്സമുണ്ടല്ലോ. ഇതേ തട്ടാതെ അകലെ കൊടുക്കും. അപ്പോൾ രണ്ടിലും തട്ടാതെ ആയി വണ്ടി. കാരണം നേരത്തെ ഇവിടെ നടുക്കാക്കിയ പോലെ നടുക്കായി. ഇനി എങ്ങോട്ടെങ്കിലും ചരിഞ്ഞാലോ? അങ്ങോട്ട് ചരിഞ്ഞ് അവിടെ ഇരിക്കും, ഇങ്ങോട്ട് ചരിഞ്ഞ് ഇവിടെ ഇരിക്കും. ഇനി നേരെ ആകാവുള്ളൂ. ഇനി നേരെ പോകാവുള്ളൂ പുറകിലേക്ക്. ഓക്കെയാണ്. ആണ് ഇവിടേക്കൊന്ന് വണ്ടി തിരിച്ച് പോകാനായിട്ട്. എങ്ങനെയായിരിക്കും ടീച്ചർ റൗണ്ട് അടിച്ച് അല്ലാതെ തിരിക്കാൻ പറ്റും? ആ മതി, അങ്ങനെ പോയിട്ട് തിരിക്കാൻ മതി. രണ്ട് അങ്ങോട്ട് എടുത്തിട്ട് ബാക്ക് ഇങ്ങോട്ട് പോയിട്ട് തിരിക്കാൻ മതി. രണ്ട് ഇങ്ങോട്ട് പോയിട്ട് വേണം ഇങ്ങോട്ട് വന്നോ ടീച്ചർ. എടുക്കല്ലേ? ഇവിടെ വല്ലതും കാണാമോ? ഇല്ലല്ലോ. ഇവിടെ ഈ സൈഡിൽ ഒന്നും കാണാൻ പറ്റുന്നില്ല. ഈ റോഡ് ഉണ്ടെന്ന് എനിക്കെന്നറിയാമല്ലോ. അവിടെ അത് എവിടെയാണെന്ന് എനിക്കെന്നറിയാമല്ലോ. നിലവിൽ അത് കാണാൻ വയ്യല്ലോ. വേറെ ഒന്നും തട്ടുന്നതായിട്ട് ഈ വണ്ടിയുടെ ഈ ഭാഗത്തൊന്നും കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ധൈര്യമായിട്ട് മുഴുവൻ ഇങ്ങോട്ട് തിരിക്കും. വണ്ടി എടുക്കരുത്. മുഴുവൻ തിരിച്ചാ. ഇനി ഒന്ന് പുറകോട്ട് എടുക്കുമ്പോഴത്തേക്ക് അവിടെ നിന്ന് കഴിഞ്ഞ് വരും. പോവല്ലേ? അങ്ങനെ അതുവരെ ഒരു വണ്ടി വരാത്ത റോഡായിരിക്കും. ഞാൻ നിൽക്കുമ്പോൾ ഒരു വണ്ടികൾ വരാൻ തുടങ്ങും. ഒന്ന് പതിയെ പുറകോട്ട് എടുക്കാം. അപ്പോൾ ഈ വഴി തെളിഞ്ഞ് വരുന്നില്ല. വഴി തെളിഞ്ഞ് വരുന്നില്ലെങ്കിൽ വീണ്ടും സ്ഥലം ഉണ്ടെന്ന് അതിനർത്ഥം. വരട്ടെ വരട്ടെ. ഇല്ല ഞാൻ പറയുന്നത് ഇത്ര ഒക്കെയാണ് ഇവിടം വരെ. ഇനി ഞാൻ പറഞ്ഞു നോക്കിയിട്ട് ഇനി അവിടെ നിന്ന് അതുപോലെ വഴി ക്ലിയറായി വരുന്നുണ്ടെന്ന് നോക്കാം. അത് പാറയുടെ നേരത്ത് തന്നെയാണോ
പോണേ. അല്ല നോക്ക്, വണ്ടി പുറകോട്ട് എടുക്കാമെന്ന് അറിയാവുള്ളൂ അവിടെ മാറുന്നുണ്ടോന്ന്. അല്ല പയ്യെ നിർത്തുക, ഒരു പോസ്റ്റ് കൊടുത്ത് നിർത്തി പോട്ടെ. ആ പോസ്റ്റ് ഒഴിവാകുന്നുണ്ടോയെന്ന് നോക്കണം. ഇവിടെ മാത്രമേ പടത്തോട് കാണിച്ചുള്ളൂ. ഇവിടെ ക്ലിയർ ആകുമോയെന്ന് നോക്കിയാൽ മതി. പുറകോട്ട് ചെല്ലുന്നതോ വഴി കിട്ടുമോ എന്ന് നോക്കണം. കിട്ടുന്നില്ലാന്ന് തോന്നിയാൽ അവിടെ നിർത്തില്ല. വഴിയൊക്കെ കിട്ടുന്നു അവിടെ നിർത്തി മുന്നേ കിട്ടിയാ കുറച്ചുകൂടെ അകലെ എടുക്കണം. അത് കുറച്ചുകൂടെ എടുക്കും. അവിടെ കൂടുതൽ സ്ഥലം കിടപ്പില്ല കേട്ടാ. മാറ്റണം. ഗിയർ കൊണ്ടോട്ടിറങ്ങാണ്. മാറ്റണ്ട റിവേഴ്സ് ഇട്ട് തന്നെ വാ. ടീച്ചർ തെറ്റാന്ന് തോന്നിയാ ടീച്ചർ കറക്റ്റ് ചെയ്താൽ മതി. കിട്ടിയില്ലേ? വഴിയും കാണാൻ വയ്യേ? ഇനി ചരിയണ, ഇനി എങ്ങോട്ടെങ്കിലും ചരിയണ. ആ ഇപ്പൊ എങ്ങോട്ട് ചരിച്ചു വെച്ചേക്കുന്ന? നിർത്ത്. ആ സ്റ്റിയറിംഗ് ഇപ്പൊ എന്തോ ചെയ്തിരിക്കുന്നത്? നേരെ അല്ല. ആ അത് തെറ്റരുതേ. ഇനി വാ. ഇനി ഇവിടെ അകലം കൂടുതലുണ്ടെങ്കിൽ തിരിച്ചിങ്ങോട്ട് എടുത്തോണം വരുന്തോറും. ഇത് കണ്ടോ ഇപ്പൊ ഇത്ര ഒരുപാട് അകന്നല്ലേ വരുന്നത്. ഇതല്ലേ ലിമിറ്റ്. ഇവിടെ വരെ വീതി കൂടുതലുണ്ട്. അപ്പൊ പയ്യെ ഇങ്ങോട്ട് കൊണ്ടുവന്നോണം വണ്ടിയെ. ഇങ്ങോട്ട് വരുന്നില്ല കണ്ട, ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പൊ ഒതുങ്ങി കിടന്നോ കണ്ട. കുറച്ച് കൂടുതൽ തിരിച്ചിരുന്നെങ്കിൽ എളുപ്പം ഇങ്ങോട്ട് ഒതുങ്ങി കിടന്നേനെ. നേരെ ആക്കിയില്ലേ? അപ്പൊ അകലം കൂടുതലുണ്ടെന്ന് കണ്ടില്ലേ? അവിടെ വെച്ച് കുറച്ച് കൂടുതൽ തിരിച്ചു കൊടുത്താൽ വണ്ടി എളുപ്പം ഇങ്ങോട്ട് ഒതുങ്ങി വന്നേനെ. നമുക്ക് ചെറിയ സ്ഥലമേ ഉള്ളൂ, ചെറിയ ഏരിയ ആണ്. മാക്സിമം തിരിച്ചിട്ട് എടുക്കുമ്പോൾ പെട്ടെന്ന് വണ്ടി റെസ്പോണ്ട് ചെയ്യും. പതിയെ തിരിച്ചോണ്ടിരുന്നാൽ വണ്ടി പതിയെ റെസ്പോണ്ട് ചെയ്യുള്ളൂ. അത്രയും ബാക്കിലേക്ക് ഓടുകയും ചെയ്യും. ആ സ്ഥലം നമുക്ക് കിട്ടില്ലല്ലോ. ഇപ്പോൾ ഇവിടെ ഏരിയ കുറവല്ലേ? അപ്പോൾ കൂടുതൽ തിരിച്ചാൽ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്ത് വണ്ടി ഈ സൈഡിലേക്ക് ഒതുങ്ങി വരും. അപ്പോൾ പുറകിലേക്ക് പിന്നെ ഓടാൻ സ്ഥലം ബാക്കിയും കിടക്കും. കാരണം ഒരു 3-4 അടിക്കുള്ളിൽ വണ്ടി നമ്മൾ ഉദ്ദേശിച്ച സൈഡിലും വരും. പിന്നെ പുറകിലേക്ക് പോകാനുള്ള സ്ഥലവും ഉണ്ട്. പതിയാണ് തിരിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ പുറകിലേക്ക് ഓടി ചെല്ലുമ്പോഴേ വണ്ടി മാറുള്ളൂ. അപ്പോഴേക്കും ആ സ്ഥലം തീരുകയും ചെയ്യും. ഓക്കെയാണ്. ഒന്നുകൂടെ ടീച്ചർ 50 വട്ടം നോക്കി. വണ്ടി പഴുക്കുന്ന വരെ സമയമുണ്ട്. ഡ്രൈവിലേക്ക് മുന്നോട്ട് കയറും. അവിടെ എടുക്കല്ലേ ടീച്ചർ അവളെ നോക്കി തിരിഞ്ഞു നോക്കി. ടീച്ചർ അവിടെ നോക്കിക്കൊണ്ടിരുന്നോ? ഇവിടെ നോക്കരുത് ചേട്ടാ. ഇനി വെച്ചിട്ടെ ടീച്ചറിന് അറിയത്തില്ല ഈ വണ്ടി എങ്ങോട്ടാണ് ഞാൻ തിരിച്ചു വെച്ചേക്കുന്നത്. ഈ വണ്ടി അനങ്ങുമ്പോൾ അറിയണം ഇത് എങ്ങോട്ടാണ് പോണേന്ന്. ഈ ഹാൻഡിൽ നോക്കിയിട്ട് ഈ വണ്ടി എങ്ങോട്ടാണ് മാറാൻ പോണേന്ന് നോക്കിക്കോണം. തെറ്റായിട്ടാണ് മാറുന്നതെങ്കിൽ അവിടെ നിർത്തിക്കൊണ്ട് വീണ്ടും നമുക്ക് ശരിയായ ദിശയിൽ വച്ചിട്ടേ വണ്ടി പുറകോട്ട് എടുക്കാവുള്ളൂ. ഓക്കെയാണ്? അതാ ഇറങ്ങി പിടി. എനിക്കറിയാൻ മേല. അങ്ങോട്ടല്ലേ പോകേണ്ടത്. അങ്ങോട്ടാവുന്നുണ്ടാ? ഉണ്ടാ? അപ്പൊ എന്ത് ചെയ്യണം? വണ്ടിയെ വിട്ടു കൊടുക്കരുത്. മാക്സിമം തിരിച്ചു വേണമെങ്കിൽ കണ്ട. ഇനി എളുപ്പം വണ്ടി വരും കണ്ട. അതിന് വേണ്ടിയിട്ടാ ഇവിടെ മറ്റേ അളന്നോണം. നീണ്ട ഈ ചരിവ് വേണ്ട. ഈ ചരിവ് ഇത്തിരി കൂടെ കിട്ടിയ ഉടനെ വണ്ടി നേരെയാക്കി പോകണം. അപ്പോൾ മാക്സിമം അല്ല. ഇപ്പോൾ ഒരുപാട് സ്ഥലമുണ്ട്. കുറേ കൂടി ഇങ്ങോട്ട് വരാൻ നടക്കും. അപ്പോൾ ഈ സ്ഥലം കൂടെ എടുത്തു. കുറച്ചുകൂടെ പുറകോട്ട് വരുമ്പോൾ ആ സ്ഥലവും കൂടെ കിട്ടും കണ്ട. ആ നേരെയാക്കിക്കും കണ്ട. ഇനി വളയ്ക്കാൻ തിരിക്കുകയും ചെയ്യരുത്. ഇനി നോക്ക് വണ്ടി പോകുന്നതിൽ നോക്ക് വ്യത്യാസം എന്തെങ്കിലും ഉണ്ടോ, എങ്ങോട്ടെങ്കിലും മാറണമെന്ന് നോക്കിക്കോണം. മാറണമെങ്കിൽ അങ്ങനെ പറ്റും.
ഉദ്ദേശിച്ചത്? ഇങ്ങോട്ടാക്കിയത് അത് കാരണം നമ്മൾ ഇത്ര ഇറങ്ങിപ്പോയില്ലേ. ഇതൊന്നും പിന്നെ ഇവിടെ നടക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. ഇവിടെ എത്തുമ്പോൾ മാറ്റിക്കോണം വണ്ടിയെ. മനസ്സിലായില്ല അല്ലേ? മനസ്സിലായില്ല. ഹാൻഡ് ബ്രേക്ക് ഇട്ടെ, ന്യൂട്രലാക്കിയ ടീച്ചർ. ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് വണ്ടി നിൽക്കുമെന്നറിയാൻ കാലെടുത്ത് ആ സീറ്റ് ബെൽറ്റ് ഒന്ന് ഇരിക്കും. എന്നിട്ട് ഇങ്ങോട്ട് ഇറങ്ങിക്കും. ഓടല്ലേ? അല്ല, വണ്ടി ഓടരുതെന്നാണ് പറഞ്ഞത്. തീങ്ങോന്ന് തോന്നിയാൽ ബ്രേക്ക് ചെയ്തോണേ. ഇവിടെ നിന്നോ, ഇവിടെ പോട്ടെ. ആ മതി നിൽക്കട്ടെ. വെച്ചിട്ട സ്ഥലം കാണാലോ. ഇത് കാണുമ്പോ കൊണ്ടുവന്നാ മതി. അവിടെ ഇട്ട് തിരിക്കരുത്, ദൂരത്താ. എത്തും തോറും കുറച്ച് കുറച്ച് വന്നാ മതി. തെങ്ങ് ഓലൊന്നും അടയാളം വെച്ചിട്ടില്ലല്ലോ. നോക്കി നോക്കി എത്തും തോറും ഇങ്ങോട്ട് കൊണ്ടുവന്നോണ്ടിരിക്കും. ആ അങ്ങനെ കണ്ടാ. ഇനി ഇത് ചരിക്കരുത്. ഒരു ചരിവ് കിട്ടിയിട്ടുണ്ട്. ഇനി അവിടം വരെ ഒന്ന് എത്തിക്ക് വണ്ടിയെ. ആ സ്ഥലം വരെ ഒന്ന് എത്തിക്ക്. ഇപ്പോഴും ചരിഞ്ഞോണ്ടിരിക്കുക. ഇപ്പൊ ചരിയാതെ കൊണ്ടുപോവാ. ടീച്ചർ ഇങ്ങോട്ടൊരു സ്ഥലം എടുത്തു കഴിഞ്ഞ് പിന്നെ അങ്ങനെ തന്നെ വെച്ചോണ്ടിരുന്ന വണ്ടി ഈ മതിലേക്ക് വരുള്ളൂ. ഈ മതിൽ കണ്ടോണ്ടാ ടീച്ചർ അടുത്തടുത്ത് കൊണ്ടുവന്നത്. ആ മതിലുമായിട്ട് വേണ്ട അകലവും എടുത്തു കഴിഞ്ഞാൽ പിന്നെ വണ്ടി അങ്ങോട്ട് വരരുത്. പിന്നെ ഞാൻ പറഞ്ഞു പിന്നെ വരുമ്പോഴും അതിനോട് നേരെ വരാവുള്ളൂ. അല്ലെങ്കിൽ വണ്ടി ഇങ്ങോട്ടായിപ്പോ ഒരുപാട് നേരെ കൊണ്ടുപോകും. ആ അങ്ങനെ വേണ്ട. അകലം എടുത്തു കഴിഞ്ഞാൽ പിന്നെ നേരെ വരാവുള്ളൂ. ഇത് ഇവിടെ എത്തി നിൽക്കി. അപ്പോഴാണ് ടീച്ചറിന് അടുത്ത സ്ഥലം കാണാൻ പറ്റിയത്. ശരിയല്ലേ? ഇനി വേണം ഇങ്ങോട്ട് മാറ്റണം. അപ്പൊ അങ്ങോട്ട് കുറച്ച് സ്ഥലം അതുകൊണ്ട് നിർത്തി കൂടുതൽ വരും. അങ്ങനെ കുറച്ച് സ്ഥലമല്ലേ ഉള്ളൂ. അവിടെ പെട്ടെന്ന് മാറണ്ടേ വണ്ടി. കണ്ട ഇനി നിർത്തും. വേണ്ടത്ര സ്ഥലമായി തോന്നിയാൽ അവിടെ നിർത്തി വീട് നേരെയാക്കും. കണ്ട ഇനി പുറകോട്ട് പോവാം. ഇനി എങ്ങോട്ടെങ്കിലും മാറാനുണ്ടെങ്കിൽ ഈ പുറകിലേക്ക് പോണ വഴിക്ക് മറിച്ചു. ഇങ്ങോട്ട് തിരിച്ച് അടുത്തേ വരുള്ളൂ. ഓപ്പോസിറ്റ് തിരിച്ചാലേ ഈ ഫ്രണ്ടിൽ ഇങ്ങോട്ട് ചേർന്ന് വരത്തുള്ളൂ. അവിടെ ആയിക്കട്ടെ. നേരെ ആക്കിക്കോന്നോടെ മതി. ഒന്ന് പുറകോട്ടിറങ്ങി. ആ മതി മതി. ഓക്കെ ആണ്. ഇനി അടുത്ത സ്ഥലത്ത് പോവാം. അല്ലെങ്കിൽ ഇത് പഠിച്ചു വയ്ക്കും. വാടാ. ഇനി ഫുള്ളൊരു കറക്കം കൊടുത്തേരും. കണ്ടാ ഇപ്പൊ ഇതേ നമ്മുടെ ബാക്കിന് അങ്ങോട്ട് കറങ്ങി വരും. ആ മിററിൽ ആ സാധനം കാണുന്ന അത്ര എടുക്കും. കണ്ടാ നിർത്ത്. അതില്ലെങ്കിൽ ഞാൻ അടുത്ത വഴി പറഞ്ഞുതരാം. ഇതിപ്പോ ഓക്കെയാണ്. കാണണ്ട നിർത്തവിടെ. ടീച്ചറിന് ഉറപ്പല്ലേ ചരിഞ്ഞെന്ന്? എന്നിട്ട് വിളിച്ചത് ആ കാർ എവിടെയാന്ന് ടീച്ചറിന് അറിയാലോ. ഏത് സൈഡിലാ നമ്മുടെ വണ്ടിയുടെ? വലതുവശത്ത്. അപ്പൊ വലത്തേക്ക് ഒന്ന് മുഴുവൻ തിരിച്ച ടീച്ചർ. ഫുള്ളും തിരിച്ച. തിരിച്ചാ. ഇനി ഇത്തിരി പുറകോട്ട് എടുത്ത് നോക്കി. ആ കാറ് പെട്ടെന്ന് ഇതിനകത്ത് വരും. കണ്ടാ? നിർത്ത്. ഇനി ആ കാറിന്റെ നേർക്ക് പോകരുത് ഈ വണ്ടി. ഇപ്പൊ ചരിച്ച് കാറിന്റെ നേരെ കൊണ്ടുവന്ന ടീച്ചർ. ഇനി പോകുന്നോറും കാറിന്റെ അടുത്തേക്ക് പോകരുത്. അപ്പൊ എന്ത് ചെയ്യണം? ഇപ്പൊ കാറിന്റെ അടുത്തേക്കാ പോണം. നിർത്ത്. അകലം എടുക്ക കാറുമായിട്ട്. ശരിയല്ലേ? കാറിന്റെ നേരെയല്ലേ ഇപ്പൊ നിക്കുന്നേ? അതിന്റെ അടുത്തേക്ക് പോകരുതെന്നാ പറഞ്ഞേ. കാരണം പോയാൻ തോറ്റു. അതായിട്ട് ഇടിക്കും പോയി. അപ്പൊ ഇങ്ങോട്ട് തിരിച്ചു മാറ്റണം. അപ്പൊ അങ്ങോട്ട് തിരിക്കും. ഒരു ഫുൾ റൗണ്ട് ഇപ്പുറത്തോട്ടും കൊടുക്കുകയാണെങ്കിൽ കൊടുക്കും. ഫുള്ള് കൊടുക്കും. അപ്പൊ വീണ്ടും കാറുമായിട്ട് അകലം. ടീച്ചറിന് പെട്ടെന്ന് മനസ്സിലാക്കാനാണ് ഞാൻ ഫുള്ള് തിരിപ്പിച്ചു. കേട്ടാ? ഇതേ മാറുന്ന കണ്ടാ കാറിന്റെ അടുക്കുന്ന? കണ്ടാ? ഇനി അവിടെ നിക്കട്ടെ. അകലം കിട്ടിയാ നിർത്ത്. അപ്പൊ വീല് നേരെയാക്ക്. ഓക്കെ. വട്ടം കറക്കിക്കൊണ്ടിരിക്കുക. ഓക്കെ. ഇനി പുറകിലേക്ക് ചെല്ലുന്തോറും പതിയെ ആ കാറിന്റെ അടുത്തേക്ക് ബാക്കിനെ അടുപ്പിച്ചു കൊടുക്കണം. ആ സ്ഥലത്തേക്ക് ബാക്കിനെ അങ്ങോട്ട് എത്തിക്ക്. എത്തുന്നില്ല. കണ്ട? നിർത്തി കൊണ്ടുപോവാ. എത്തുന്നില്ല. അകന്നു. ഇവരുടെ കൂടെ നോക്കണ്ട. അപ്പൊ കൂടുതൽ തിരിക്കും. കൂടുതൽ അകലം കിട്ടിയാൽ കൂടുതൽ തിരിക്കും. ഇപ്പൊ അടുത്തടുത്ത് വരും. നോക്ക്. കണ്ടാ? ടീച്ചറിന് വേണ്ടത്ര അകലമായും തോന്നി അവിടെ നിർത്തിയിട്ട് വീണ്ടും നേരെ ആക്കണം. ആയാ? അപ്പൊ നേരെയാക്ക് വീല്. അങ്ങനെ നോക്കി ചെല്ല്. ഇനി പുറയിലേക്ക് ചരിയുന്നുണ്ടോ നോക്ക്. ഉണ്ടെങ്കിൽ വീണ്ടും മാറ്റ്.
കാറിന് അടുത്തേക്കാണോ പോകുന്നതെന്ന് ഒന്നുകൂടെ നോക്കിയരാ. ഹാൻഡിൽ വെച്ച് നോക്ക് ചരിയുന്നുണ്ടോ. പതിയൊന്ന് എടുത്ത് നോക്ക്. ഉണ്ടാ ഇല്ലെങ്കിൽ പോട്ടെ. ചരിയുന്നില്ലേ? അതല്ലേ ഞാൻ ചോദിച്ചത്. അപ്പൊ എങ്ങോട്ട് മാറ്റണം? മാറ്റി നേരെ ആക്കി നിർത്തിയിട്ട് കൂടുതൽ തിരിക്കപ്പോ. ഉണ്ടാ മാറുന്നുണ്ടാ? നിർത്ത്. ഓക്കെയാണോ? ഈ ഫ്രണ്ട് ഇച്ചിരി അടുത്തോട്ട് അതിനെന്ത് ചെയ്യണം? ഇത് ഫുൾ അല്ല, അങ്ങോട്ട് തിരിച്ചാ വരുമ്പോ ഓപ്പോസിറ്റ് തിരിക്കണം. റിവേഴ്സ് എടുക്കുമ്പോൾ ഫ്രണ്ടിനെ അടുപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് തിരിക്കണം. ഞാൻ കാണിച്ചുതരാം. ഒന്ന് മുന്നോട്ട് എടുത്തേ. ഇതിലൂടെ മതി മതി, അവിടെ നിൽക്കട്ടെ. ഫ്രണ്ടല്ലേ ടീച്ചറിന് അകന്ന് നിൽക്കുന്നത്, ശരിയല്ലേ? ഇങ്ങോട്ട് മുഴുവൻ തിരിച്ച ടീച്ചറൊന്ന് ഫുൾ തിരിച്ച്, എന്നിട്ടൊന്ന് പതിയൊന്ന് പുറകോട്ട് എടുത്ത് നോക്കിയാൽ ഫ്രണ്ട് അടുത്ത് വരുന്ന ടീച്ചറിന് അറിയാം. കണ്ട അടുത്താണോ വരുന്നത്? കണ്ടാ? വേണ്ടത്ര അകലെ വായി തോന്നുമ്പോ അവിടെ നിർത്തിക്കും. നിർത്ത്. ഓക്കെ, ഇനി വീട് നേരെയാക്ക്. പുറകോട്ട് എവിടം വരെ പോകാൻ പറ്റും? അതിന് പാരലാക്കിയാലും മതി. അത്രയും കൂടെ എടുക്ക് പുറകോട്ട്. മതി. കണ്ടാ? ഓക്കെയാണ്. ഡ്രൈവ് ഇടും. നെക്സ്റ്റ് സ്ഥലത്തേക്ക് പോകും. അതിന്റെ ഇടയ്ക്ക് വർക്ക് ചെയ്യണമെങ്കിൽ ഇപ്പൊ ടീച്ചർ എന്നോട് ഒരു സംശയം കൂടെ ചോദിച്ചിട്ട് ഇത്ര സ്ഥലമില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു? അതിനുള്ള പരിപാടി പറഞ്ഞുതരാം. അതിന്റെ ഇടയ്ക്കാണ് വർക്ക് ചെയ്യണമെങ്കിൽ അതിന് നേരെ ആയിരിക്കണം ഓടിച്ചെല്ലേണ്ടത്. കാറുകൾ ഇങ്ങനെയല്ലേ കിടക്കുന്നത്? ഇങ്ങനെയല്ലേ കിടക്കുന്നത്? ടീച്ചറിന്റെ കാർ ഇങ്ങനെ വേണം ഓടിച്ചല്ലേ. ഇങ്ങനെ ഇങ്ങനെയല്ല, ഇങ്ങനെ. ആ അതെ, നേരെ ചെന്നിട്ട് ഇങ്ങനെ നേരെ ഓടി അതിന്റെ മുന്നിലേക്ക് പോണം. പമ്പരം പോലെ കറക്കരുത്, കുറച്ചുകൂടെ അടുപ്പിച്ചു അങ്ങോട്ട് ആ സൈഡിലേക്ക്. അങ്ങനെ കണ്ടാ? ഇങ്ങനെ വന്നിട്ട് ഈ വഴി ഒന്ന് നേരെ ആക്കണം. പോട്ടെ പോട്ടെ, പോകും തോറും അങ്ങനെ. ആ അതെ, കണ്ടാ? കണ്ടാ? ഈ വഴിക്ക് നേരെ അങ്ങനെ തന്നെ പോട്ടെ. ഇങ്ങനെ നേരെ തന്നെ ഓടിച്ചല്ലട്ടെ. ഇങ്ങനെ തന്നെ. അതിന് ഇവിടെ നിൽക്കട്ടെ, ബ്രേക്ക്. കണ്ടാ? ടീച്ചർ പറഞ്ഞ ഇവിടെ സ്ഥലം ഇല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്നാ എന്നോട് ചോദിച്ചത്. കറക്റ്റ് അല്ലേ? നേരെ തന്നെ മുന്നിലേക്ക് അല്ലേ? ആ പോട്ടെ. ഇനി അവിടെ നിൽക്കട്ടെ. ഈ നേരെ പോകാനുള്ള വഴി എന്തായാലും ഉണ്ടാവുമല്ലോ. ഇച്ചിരി കൂടെ മുന്നോട്ട് എടുത്തോ വേണമെങ്കിൽ. അവിടെ നിൽക്കട്ടെ. റിവേഴ്സ് ഇട്ട്. ആ കാറ് കാണാവോ ടീച്ചറിന്റെ മിററില്? ഈ ചുവന്ന കാറ് ഉറപ്പാണ്. പക്ഷെ ടീച്ചറിന് ഇങ്ങനെ കാണാമല്ലോ ചുവന്ന കാറ്. അത് എവിടെയാ കിടക്കുന്നതെന്നും കാണാമല്ലോ. ആദ്യമേ തന്നെ അങ്ങോട്ടൊന്ന് തിരിച്ചേ, ഫുള്ള് തിരിച്ചേ, മുഴുവൻ തിരിച്ചേ. മുഴുവൻ തിരിച്ചാ. മിററിൽ ആ കാറ് ജസ്റ്റ് കണ്ടാൽ ഉടനെ നിർത്തിക്കോണം. അവാ കാണാൻ പറ്റുന്നുണ്ടോ? ഇപ്പോഴും കാണുന്നുണ്ടോ? കാണുന്നുണ്ടല്ലോ. ഇനി ആ ബോഡി ചരിഞ്ഞ് ചരിഞ്ഞ് ആ കാറിന്റെ അടുത്തേക്ക് വരും. തട്ടുന്നുണ്ടോന്ന് മാത്രം നോക്കിയാൽ മതി. കാറെ തട്ടാതെ അങ്ങോട്ട് ചരിയുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. കണ്ടാ? തട്ടത്തില്ലല്ലോ. ഒരുപാട് സ്ഥലം ഉണ്ടല്ലോ. വാ, കിട്ടിയില്ലേ? ഇനി അവിടെ നിക്ക് 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 നിക്ക്. ഇനി തിരിക്കൊന്നും ചെയ്യരുത്. ഇനി ഈ മിറർ നോക്കണം. ഇവിടെ ഒരു സാധനം ഉണ്ടെന്ന് നമുക്കറിയാം. അവിടെ ഒന്നും ഇല്ലെന്ന് കണ്ട്. ഇനി ഇവിടെ വാ. ആ കാറിന്റെ അടുക്കൽ ഒഴിവാകുന്നുണ്ടോ നോക്ക്. ഒഴിവായാ? ഒരു വഴി കിട്ടി അവിടെ. ഇവിടെ ഓക്കെ ആണോ നോക്കിയ? അതോ നേരെ ആവാനുണ്ടോ? ഇനി അങ്ങനെയല്ലേ ചോദിച്ചാ. ബോഡി ഇപ്പൊ ഇങ്ങനെ ചരിഞ്ഞാണോ കിടക്കുന്നത്? നേരെയാണോ നമ്മുടെ കാറ് കിടക്കുന്നത്? അപ്പൊ ഇത്തിരി കൂടെ പുറകോട്ട് എടുത്താൽ നേരെ വരും. നോക്ക്, കണ്ടാ? ആ ബോഡി രണ്ട് വഴിയിലും മാച്ചിങ് ആവട്ടെ. ഇവിടെ മാത്രം കണ്ടിട്ട് പറയരുത്, അവിടെയും കൂടെ നോക്കിയിട്ട് നേരെയാണോ നോക്കണം. ആ കാറുമായിട്ട് നമ്മുടെ കാറിന്റെ ബോഡി മാച്ചിങ് ആയിട്ട് നേരെയാണോ നോക്ക്. ആണോ? തിരിഞ്ഞൊന്നും നോക്കണ്ട, മിററിൽ കൂടെ നോക്കിയാൽ പോരെ. നമുക്ക് ആ ഡോർ ഹാൻഡിൽ വരെയുള്ള സ്ഥലം കാണാൻ വയ്യ. കാറ് ഫുള്ള് കാണാം. നമ്മുടെ വണ്ടി നേരെയാണോന്നാ ചോദിച്ചേ. ഒരു സെക്കൻഡ്, ഇത്തിരി മുന്നോട്ട് എടുത്ത് നിക്കട്ടെ നിക്കട്ടെ, ബ്രേക്ക്. ഇപ്പൊ നമ്മുടെ കാറിന്റെ ബോഡി ആ കാറും കൂടെ നോക്കിയ നേരെയല്ല. ഇത്തിരി പുറകോട്ട് എടുത്ത്. നേരെ ആയാ? കറക്റ്റ് ആയിട്ട് നേരെയായി. അപ്പൊ ഇത്തിരി കൂടെ എടുക്കും. ഇപ്പൊ നേരെയായ? ഇനി വീല് നേരെയാക്ക്. കണ്ടാ? നേരെ ആക്ക്. ആ ഇനി വേണം നേരെ പോയി ഓടി പുറകെ കിടക്കാൻ. നിർത്തി നിർത്തി തന്നെ. കണ്ടല്ലോ, കൂടുതൽ അകലം ഉണ്ടെങ്കിലാ. നിർത്ത് നിർത്ത് നിർത്ത്. അപ്പൊ എന്ത് ചെയ്യണം? അത് എടുക്കണമെങ്കിൽ അപ്പൊ എന്ത് ചെയ്യണം? എങ്ങോട്ട് കൊണ്ടുപോകണം? അങ്ങോട്ട്.
അന്നേരം അത് ഫ്രണ്ട് അല്ലേ, ഓപ്പോസിറ്റ് ആക്കും, റിവേഴ്സ് അല്ല, അത് ഫ്രണ്ടിനെ കൊണ്ടുവരാനല്ലേ. അപ്പൊ ടീച്ചറിന് പുറകല്ലേ പുറകല്ലേ അടുപ്പിക്കണ്ടേ. ആ, അപ്പൊ എങ്ങോട്ട് പോണോ അങ്ങോട്ട് തിരിക്കണം. വണ്ടി എടുക്കരുത്, നിർത്ത്. ഫുൾ റൗണ്ട് തിരിച്ചിട്ട് അപ്പൊ പെട്ടെന്ന് തിരിയും. കാരണം ഒരു കാറിനുള്ള സ്ഥലമേ ഉള്ളു അവിടെ, അതിനുള്ളിൽ അറേഞ്ച് ചെയ്യണം നമുക്ക്, മനസ്സിലായോ? അപ്പൊ അത് നമ്മള് ലെവലായ കണ്ണാടി നോക്കിട്ട് ലെവലായ ഇനി വീട്ടിൽ നേരെയാക്കി വീണ്ടും ഓക്കെയാണ്. ആവാ, നിർത്തി നിർത്തി എവിടം വരെ കൊണ്ടുപോകാൻ പറ്റുന്നു? അത്ര മതി മതി, കണ്ടാ ഡൗട്ടില്ല. എന്നിട്ട് നോക്കി കേറ്. ഇവിടുന്നേ വണ്ടി ചരിഞ്ഞ് ചരിഞ്ഞ് ആ വഴിയിലോട്ട് പോണം. അപ്പൊ ഒരു ചരിവ് അവര് ചരിവ് കൊടുക്കും. അതിന് പയ്യത്തിന് പുറകോട്ട് ചരിയുന്നില്ല, അപ്പൊ നിർത്ത്, വീണ്ടും ചരിക്കും. അങ്ങനെ വട്ടം കറക്കണ്ട, വീണ്ടും പുറകോട്ട് ചെല്ലും. ചരിയുന്നുണ്ടോ നോക്ക്, ഇല്ലെങ്കിൽ വീണ്ടും ചരിച്ചുകൊണ്ടിരിക്കും. അതിനോട് മാക്സിമം ചേർന്ന് ചേർന്ന് കേറട്ടെ. അങ്ങനെ വാ. അത് മതി. അങ്ങോട്ട് വരുന്നുണ്ടോ അടുത്ത്? കേറുന്നുണ്ടോ? ഇനി അവിടെ നോക്കണം. നേരെ പുറകിലൊരു മതിലുണ്ട്. അപ്പൊ ഇവിടെ ഓക്കെ ആണെന്ന് ടീച്ചറിന് മനസ്സിലായില്ലേ? അപ്പൊ അവിടെയും നോക്കണം. എന്നിട്ട് നിർത്തി വീണ്ടും നോക്കണം. വീണ്ടും നിർത്ത്, ബ്രേക്ക്. എന്നിട്ട് നോക്ക് രണ്ട് സൈഡും ഓക്കെ ആണോ എന്ന്. ഏതെങ്കിലും ഒരു സൈഡ് കൂടുതലാ കുറവോ വല്ലതും ഉണ്ടോ? ഇല്ലല്ലോ. പുറകോട്ട് പോകാൻ പറ്റുമല്ലോ. അപ്പൊ വായിച്ചിലൂടെ മുന്നോട്ട് പോട്ടെ. ഡ്രൈവിലേക്ക് അത് പുറകെ വണ്ടി വരണം. കാണാവാ വണ്ടിയുടെ ബാക്ക് മിററിൽ കാണാവാ, മിറർ കാണാവാ. വണ്ടിയുടെ ബാക്ക്, ആ വണ്ടിയുടെ ബാക്ക്, ആ വണ്ടിയുടെ നമുക്കിവിടെ മുന്നോട്ട് പോകും. ഇപ്പം കാണാവാ. ഓക്കെ, വട്ടം കറക്കാനില്ല. ആ വണ്ടിയുടെ ബാക്കിൽ കഴിയുന്നതനുസരിച്ച് ചേർത്ത് അങ്ങോട്ട് കയറണം. കണ്ടാ? നോക്കി അവിടെ എന്തുവാ അതിര്, ആ ഇതല്ലേ ചേട്ടാ, അവിടെ വരെ പോകാൻ പറ്റുമല്ലോ. അങ്ങനെ ശരിയല്ല മതി മതി. അതിന് നേരത്തെ ചേർന്നില്ലേ ഈ വീട് മതി. അവിടെ വരെ ബാക്ക് പോകാം. തെറ്റൊക്കെ അടുത്ത് വരെ പോകാൻ പറ്റും. അപ്പോൾ അത്രയും കൂടെ ഒന്ന് ബാക്ക് എടുക്കും. അങ്ങനെ ഇങ്ങനെ ആവാം. എത്താറായില്ലേ? ഓക്കെ അല്ല? ഈ റോഡ് പോകുന്നതോറും ഇതിനെ ലെവൽ ചെയ്യണം. അങ്ങനെ ഇങ്ങോട്ട് ഇരിക്കണം. ആ പുറകോട്ട് വിട്ടു പയ്യെ എളുപ്പം തിരിക്കും. എളുപ്പം തിരിക്കും. വണ്ടി പയ്യെ പോകണം. എളുപ്പം തിരിക്കും. കണ്ടാ ഈ ലെവലാകുന്ന എപ്പോഴാണ് അവിടെ ചവിട്ടുന്നത്? നേരെ ആക്കരുത്, വണ്ടി നേരെ വരട്ടെ. പോവല്ലേ പുറകോട്ടെ. പയ്യെ അവിടെ നോക്ക്, എന്തെങ്കിലും പിടിക്കാനുണ്ടോ? ഉറപ്പല്ലേ? നേരെ സ്ക്രീനിൽ വേണം നോക്കിക്കോ. നിൽക്കട്ടെ. അപ്പോൾ വണ്ടി നേരെ വന്ന് നോക്കിക്കോ. അതിന് നേരെ വരാനുണ്ടോ? ഉറപ്പല്ലേ? ആദ്യം നോക്കണ്ടെന്ന് വെച്ചാൽ അലക്ക് വണ്ടി കയറുമോയെന്ന് അറിയാൻ. വണ്ടി ഇങ്ങനെ കൊണ്ടുവന്ന് നിർത്തി നോക്കുമ്പോൾ അറിയാം നമുക്ക് ഈ വണ്ടി കയറുമോ ഇല്ലയെന്ന്. അതായത് ഇങ്ങനെ ഓടി വരത്തില്ലേ? ഓടി വരുമ്പോൾ ഇത് എത്തുന്നതിന് മുമ്പായിട്ടൊന്ന് നിർത്തി നോക്കിയാൽ അറിയാം ഈ വണ്ടി കിടക്കാനുള്ള സ്ഥലം അവിടെ ഉണ്ടോ. ഇതെന്ന് വെച്ചാൽ അതിന് കടന്നു പോകണം. കടന്നു പോയിട്ട് അതിൻ്റെ ബാക്ക് മിററിൽ കാണാൻ പറ്റണം.
ബാക്ക് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യണ്ട, മിററിൽ നോക്കിയിട്ട് ബാക്കിനടുത്തേക്ക് അടുപ്പിച്ച് കൊണ്ടുവരണം. മാക്സിമം അടുത്ത് അതിനകത്തോട്ട് കയറിയും തോന്നിക്കഴിഞ്ഞാൽ വീല് നേരെയാക്കിയിട്ട് പുറകിലോട്ട് ചെല്ലാവുന്നത്രയും ദൂരം ചെല്ലണം. ഓക്കെ ആണ്. ദൂരം എത്തിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പോസിറ്റ് തിരിച്ചാൽ വണ്ടി കറങ്ങി വന്ന് അതിനകത്ത് കയറി കിടന്നോളൂ. മറന്നു പോകരുത്. ആദ്യം ചാരിച്ച് ആ വഴി കയറണം, പിന്നെ വീല് നേരെയാക്കി പോകാവുന്നത്രയും ബാക്കിലോട്ട് എത്തിക്കണം. പിന്നെ ഒരു ഓപ്പോസിറ്റ് തിരിച്ചാൽ ഫുള്ള് വണ്ടി ലെവലായി അതിനകത്ത് വന്ന് കിടന്നോളൂ. ചെയ്യാൻ പറ്റത്തില്ലേ? ടീച്ചർ ഹാപ്പിയാണ്. അതെന്തെങ്കിലും പോരാനുണ്ട്, എന്തെങ്കിലും ടീച്ചറിനെന്തെങ്കിലും ബുദ്ധിമുട്ടാണ്? നല്ല പെട്ടെന്ന് വേണം, ഉറപ്പാണ്. നീ വണ്ടി കൊണ്ട് പൊറിച്ച് കയറ്റുക, എന്നിട്ട് അവിടെ നിന്ന് സ്വന്തമായിട്ട് ഇറക്കി കാണിക്കുക തന്നെ. എന്നാ എളുപ്പം വണ്ടി ഇങ്ങോട്ട് വരും. നേരെയാക്കി പുറകോട്ട് പോകാൻ സ്ഥലമുള്ളതുകൊണ്ടല്ലേ ടീച്ചർ നേരെയാക്കി പോകണം. റോഡിൽ ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ ബ്ലോക്കിൽ കിടക്കാൻ പറ്റുന്നുണ്ട്. പെട്ടെന്ന് കറക്റ്റാവുള്ളൂ. ഇതിന് ടീച്ചർ എന്ത് ചെയ്തേനെ അവിടെ അങ്ങനെ പോകാൻ പറ്റില്ല. കഴിഞ്ഞില്ലേ ഇതിന്റെ ഡ്രൈവ് നോട്ടിലാക്കണേ. ആക്കിയാ ടീച്ചർ നിറം നോക്കി ഇവിടെ നിന്ന് പുറത്തിറക്കിക്കുക വണ്ടി. ഞങ്ങളുടെ വണ്ടിയൊന്നും അവിടെ ഇല്ല. ആദ്യം തട്ടുന്ന സാധനം എന്തോ അതിൽ നോക്കി അതേ തട്ടാത്ത രീതിയിൽ അടുപ്പിച്ചടുപ്പിച്ച് കൊണ്ടുവരണം. അടുത്ത് എന്തോ തട്ടാനുള്ളത് അതേ നോക്കി അതേ തട്ടാത്ത രീതിയിൽ അടുപ്പിക്കുകയോ അവർക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്തോണം. അങ്ങനെ കൊണ്ടുപോയി ആദ്യമേ ടാർഗറ്റ് എവിടെയാണ്? ഇവിടെ മാത്രമേ ഇരിക്കാൻ സാധനങ്ങളുള്ളൂ. അത് നോക്കി നോക്കി കൊണ്ടുപോകാൻ വണ്ടി. ഇവിടുന്ന് പോകുമ്പോഴേ അങ്ങോട്ട് കറക്കി കൊണ്ടുപോകും. കണ്ടോ വണ്ടി ആയിട്ടില്ല അങ്ങോട്ട്. അങ്ങനെ സെയിം ചെയ്ത് തന്നെ കൊണ്ടുപോകാൻ അങ്ങോട്ട് തന്നെ ചരിയണം. അവൻ നിൽക്കുന്ന ആ സ്ഥലത്തേക്ക് പോകണം ഈ വണ്ടി. ചരിയുന്നില്ലാന്ന് തോന്നിയാൽ നിവർത്തിച്ചെനിക്ക്. പിന്നെ അതിനിടയ്ക്ക് നേരെയാക്കാൻ നോക്കാം. ഇപ്പോഴും ടീച്ചർ നേരെയാക്കാൻ നോക്കി വണ്ടി. അതൊരു ഇഷ്ടികയാ പോട്ടെ. ആ പയ്യ ഇഷ്ടികയാ. ഇനി അങ്ങോട്ട് ടീച്ചറിന് പോകണ്ട. ഇവിടെ നോക്കും. ഇനി അങ്ങോട്ടാ പോകണ്ട. എങ്ങോട്ട് മാറ്റി അങ്ങനെ ഇത് ഓരോ സ്ഥലത്തും നിർത്തിയിട്ട് പിന്നെ ആലോചിച്ചിട്ട് ഇപ്പൊ എടുക്കാവുള്ളൂ. പിന്നെ അങ്ങോട്ട് മാറ്റി കൊണ്ടുപോകും. ഒരു സ്ഥലത്ത് മാറ്റി കുറച്ചുകൂടെ സമയം നിർത്തിയിട്ട് ആലോചിക്കും. അല്ല അങ്ങോട്ടൊരു തിരിച്ച് കൊടുത്തിട്ടേ വണ്ടി എടുക്കാവുള്ളൂ. അല്ലാതെ കണ്ണും കൂട്ടി എടുക്കരുത്. ഒന്നുകൂടെ കൊടുത്തിട്ടുണ്ട്.
പറഞ്ഞു. എൻ്റെ പേര് സിനി എന്നാണ്. ഞാൻ കൊട്ടാരക്കരയിലാണ് എൻ്റെ വീട്. അപ്പം ഞാൻ ആദ്യമായിട്ടൊരു ഓട്ടോമാറ്റിക്കിൻ്റെ വണ്ടി എടുത്തപ്പോൾ എനിക്ക് നേരെയുള്ള റോഡേ ഓടിക്കുന്നതിന് കുഴപ്പമില്ലായിരുന്നു. പക്ഷെ പാർക്കിങ്ങും തിരക്കിലൂടെ ഓടിക്കുന്നത്, പിന്നെ ചെറിയ സ്ഥലത്ത് പോയി പാർക്ക് ചെയ്യുന്നത്, റിവേഴ്സ് എടുക്കുന്നത്, വളഞ്ഞ വഴിയിൽ കൂടെ റിവേഴ്സിൽ വരുന്നതൊക്കെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കുറച്ചെല്ലാം നല്ല ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ റൈഹാൻ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ കൂടെ ശംഭു ആശാനും പിന്നെ അമീൻ്റെയും കൂടെ പോയി ഒരു 6 മണിക്കൂർ ഞങ്ങൾ ഡ്രൈവ് ചെയ്തു. അപ്പോഴത്തേക്ക് എനിക്ക് ഇതെല്ലാം ഇനി നല്ല ഇതായിട്ട് ചെയ്യാൻ സാധിക്കും. ഇവിടെ നല്ല ക്ലാസ്സാണ്, ഇവർ ഫ്രണ്ട്ലി ആയിട്ടാണ് നമുക്കെല്ലാം പറഞ്ഞു തരുന്നത്. മറ്റ് ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഇനിയിപ്പോ ഇവിടുന്ന് വണ്ടിയൊക്കെ എടുത്തോണ്ട് പോകുമല്ലോ? ഇനി എനിക്ക് ധൈര്യമായിട്ട് വണ്ടിയൊക്കെ എടുത്തോണ്ട് പോകാം. ചെറിയ വഴിയിലൂടെ പോകുമ്പോൾ എതിരെ വണ്ടി വരുമ്പം എനിക്ക് സൈഡ് കൊടുക്കാൻ പറ്റും. പിന്നെ ചെറിയ സ്ഥലങ്ങളിൽ പാർക്ക് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഒരു വിശ്വാസമുണ്ട്. കൂടുതൽ പ്രാക്ടീസ്. ഇനിയിപ്പോ ഇത് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ അവിടുന്ന് വേറെ വണ്ടി പിടിച്ചോണ്ട് വന്നു. ശരിയാണ്. ഓക്കെ, താങ്ക് യു.